എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സത്സംഗ് വിത്ത് ഋഷി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, കഴിഞ്ഞ വീഡിയോ ഓറയെ കുറിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹീലിംഗ്, ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചക്ര ഹീലിംഗ് മെഡിറ്റേഷനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് അത് ചെയ്യുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഒരുപാട് എഫക്റ്റീവ്നെസ് ഉള്ള ഒരു ടെക്നിക്കാണ് നമ്മളിന്ന് പറയുന്നത്. ഇതും സിഖ് കുണ്ടലിനി ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നമ്മളൊരു മന്ത്രം ഉപയോഗിച്ചാണ് നമ്മൾ ചക്രയെ ഹീൽ ചെയ്യുന്നതും ക്ലെൻസ് ചെയ്യുന്നതും. ക്ലെൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആ ചക്രയെ ആ ഹീലിംഗിലോട്ട് പോവുക. കാരണം ക്ലെൻസിങ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. ഇത് ചെയ്യുന്നത് നമ്മൾ ഒരു 8 വാക്കുകളുള്ള മന്ത്രം വെച്ചാണ്. സിഖിസത്തിന്റെ 4ാമത്തെ പരമഗുരുവായ ഗുരു രാംദാസ് ഹീലിംഗിന് വളരെ പ്രസിദ്ധി കേട്ടിരുന്ന ഒരു യോഗിയാണ്, ഒരു ബുദ്ധൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഗുരു രാംദാസിന്റെ ഇൻവൊക്കേഷൻ പ്രാർത്ഥനയാണ്, ആ ഒരു മന്ത്രമാണ് നമ്മൾ ഈ ചക്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ടോട്ടലി ഒരു ഹീലിംഗ് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾക്ക് ഓരോ ചക്രാസിലുള്ള നിങ്ങളുടെ ബ്ലോക്സുകൾ മാറും. ചക്രാസിലുള്ള ബ്ലോക്സ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത്, ഭൗതികവും ആത്മീയവുമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര ചക്രങ്ങളുണ്ട്? ഒരുപാട് ചക്രങ്ങളുണ്ട്. നമ്മളിവിടെ എടുക്കുന്നത് 7 മെയിൻ പോയിന്റ്സ് ആണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. മൂലാധാരത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നട്ടെല്ലിന്റെ അഗ്രഭാഗത്താണ്. നട്ടെല്ലിന്റെ അഗ്രഭാഗത്താണ് മൂലാധാരം. നട്ടെല്ലിന്റെ അഗ്രഭാഗത്തിന്റെ 2 ഇഞ്ച് മുകളിൽ, ഏകദേശം ആ ഒരു ജെനിറ്റൽ റീജിയൻ, അവിടെയാണ് സ്വാധിഷ്ഠാനം. മൂലാധാരം ഭൂമി തത്വത്തെയാണെങ്കിൽ സ്വാധിഷ്ഠാനം ജലതത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. സ്വാധിഷ്ഠാനത്തിന്റെ 2 ഇഞ്ച് മുകളിൽ വരുമ്പോൾ ആ ഒരു നേവൽ റീജിയൻ, നാഭീഭാഗത്തായിട്ട് മണിപൂരകം, അഗ്നിതത്വം. നെഞ്ചിൽ വായു തത്വമാണ്, അത് ഹൃദയചക്രം, അനാഹത ചക്രം. ഇവിടെ വിശുദ്ധി ചക്രം, കഴുത്തിന്റെ ആ ഒരു ആഡം ചാപ്പിൾ ആ ഒരു ഭാഗം, വിശുദ്ധി ചക്രം, സ്പേസ് എന്നുള്ള ആകാശ തത്വം. പിന്നെ ആജ്ഞ, സഹസ്രാജ്ഞ, പുരുകമധ്യത്തിൽ, ഇവിടെ സഹസ്രാരം. അപ്പൊ ഈ ഒരു പോയിന്റ്സ് ആണ് നമ്മളിത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മന്ത്രം ഇതാണ്: ഗുരു ഗുരു വാഹേ ഗുരു, ഗുരു രാംദാസ് ഗുരു. ഇതാണ് മന്ത്രം. ഗുരു ഗുരു വാഹേ ഗുരു, ഗുരു രാംദാസ് ഗുരു. ഗുരു എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ വാക്കിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഗുരു എന്ന് പറയുന്നത് ഫസ്റ്റ് ചക്രയിലാണ്, അതായത് താഴത്തെ നിന്ന്. മൂലാധാരം, സ്പൈൻ, ബേസ് ഓഫ് ദ സ്പൈൻ, നട്ടലിന്റെ അറ്റം. അവിടെ ഗുരു, അവിടെ ഗുരു എന്ന് ചൊല്ലുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഗുരു ചൊല്ലുമ്പോൾ ജെനിറ്റൽ റീജിയൻ, 2 ഇഞ്ച് മുകളിൽ, നട്ടലിന്റെ അഗ്രഭാഗത്തിന്റെ അവിടെ ശ്രദ്ധിക്കുക. ഗുരു. വാഹേ, വാഹേ എന്ന് പറയുമ്പോൾ നാഭി ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. അടുത്ത ഗുരു നെഞ്ചിലേക്ക് ശ്രദ്ധിക്കുക. വാഹേ ഗുരു, ഗുരു. അടുത്ത ഗുരു കഴുത്തിന്റെ ഇവിടെ ശ്രദ്ധിക്കുക. രാംദാസ് ആജ്ഞാചക്രത്തിൽ വരുമ്പോൾ, ഇവിടെ വരുമ്പോൾ രാംദാസ് ഗുരു. ജപിക്കുമ്പോൾ ശ്രദ്ധ ഇവിടെയൊക്കെയാണ്, ഈ ആധാരങ്ങളിലാണ് വേണ്ടത്. ഗുരു ഗുരു വാഹേ ഗുരു, ഗുരു രാംദാസ് ഗുരു. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ചക്രങ്ങളിലുള്ള ബ്ലോക്സ് ഇല്ലാതാവും. നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ കണക്ഷൻ കിട്ടും, ഹീലിംഗ് സംഭവിക്കും. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഈ മന്ത്രം ചെയ്യുന്നത് കൊണ്ട്, ഈ മന്ത്രധ്യാനം ചെയ്യുന്നത് കൊണ്ട്, ഈ ചക്രധ്യാനം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്, വളരെ പവർഫുള്ളാണ്. ചക്ര ഹീലാവുമ്പോൾ നമുക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ അനുഭവപ്പെടും. സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻ പെട്ടെന്ന് കിട്ടുകയും ഒക്കെ ചെയ്യും. നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 മണിക്കൂർ
കഴിഞ്ഞതിന് ശേഷം അതേപോലെ രാത്രിയിൽ ചെയ്യാൻ പാടില്ല. രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. യാതൊരുവിധ നിബന്ധനകളോ ഇല്ല. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാൻ മടിക്കണ്ട. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അടുത്ത ആഴ്ച അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇത് ഇത്രയേ ഉള്ളൂ ഈ ഒരു മെഡിറ്റേഷൻ. നമ്മൾ കണ്ണടച്ചിരിക്കുക. നമ്മൾ ഓരോ ആധാരങ്ങളിലും പോയിന്റ് ചെയ്ത് നമ്മളത് ചാൻറ്റ് ചെയ്യുക. കുറച്ച് നേരം ചാൻറ്റ് ചെയ്യുക. എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാം. ഇതിന് യാതൊരുവിധ ലിമിറ്റും ഇല്ല. മിനിമം ഒരു 10 മിനിറ്റ് ചെയ്താൽ നല്ലതാണ്. 5 മിനിറ്റ് മതിയെങ്കിൽ 5 മിനിറ്റ് മതി. ചാൻറ്റ് ചെയ്യുക. കുറച്ച് നേരം ചാറ്റ് ചെയ്തതിന് ശേഷം ആ സൈലൻസ് വിരിക്കുക. ഇത്രേ ഉള്ളൂ ഈ മെഡിറ്റേഷൻ. ഗുരു ഗുരു വാഹേ ഗുരു, ഗുരു രാംദാസ് ഗുരു. മുദ്രകളൊന്നുമില്ല. നിങ്ങളിത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗുരു ഗുരു വാഹേ ഗുരു എന്നുള്ളത് ഓരോ പോയിന്റിലേക്ക് ഞാൻ പറഞ്ഞത് വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾ ഒന്നും കൂടി, അഥവാ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി വീഡിയോ ഒന്ന് കണ്ട് കേട്ടു നോക്കി എഴുതി വെക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഓരോ പോയിന്റിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഗുരു എന്ന് പറയുമ്പോൾ ഇവിടെ നട്ടെല്ലിൻ്റെ അഗ്രഭാഗം ഗുരു വാഹേ ഗുരു, ഗുരു രാംദാസ് ഗുരു. ചാൻറ്റിങ് മാത്രമാണ്. ചാൻറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുക, എഴുന്നേൽക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.